ഈ റബീഉൽ അവ്വൽ അതേപോലെ നല്ല നല്ല മാസങ്ങളൊക്കെ തെരഞ്ഞെടുക്കുക. പഴയ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ആർക്കും ഇല്ല. എല്ലാവർക്കും സൗകര്യം നോക്കിക്കൊണ്ട് എല്ലാവരും തീരുമാനിക്കുകയാണ്. ദിവസത്തിന് മഹത്വം ഉണ്ട്, സമയത്തിന് മഹത്വം ഉണ്ട്, മാസങ്ങൾക്ക് മഹത്വം ഉണ്ട്, വ്യക്തികൾക്ക് മഹത്വം ഉണ്ട്. ഓരോ സന്ദർഭം, സ്ഥലം, എല്ലാത്തിനും മഹത്വം ഉണ്ട്. അതെല്ലാവർക്കും അറിയാം. പക്ഷേ കാര്യത്തോടടുക്കുമ്പം ആരും ദിവസം നോക്കാറില്ല, കാര്യത്തോടടുക്കുമ്പോൾ ആരും മാസം നോക്കാറില്ല, കാര്യത്തോടടുക്കുമ്പം ആരും വ്യക്തികളെ നോക്കാറില്ല. നമ്മള് തോന്നിയ സമയത്ത് വീട്ടിൽ കൂടും, തോന്നിയ സമയത്ത് കല്യാണം നടത്തും, തോന്നിയ സമയത്ത് ഉദ്ഘാടനം ചെയ്യും. എന്താണ്? സൗകര്യമാണ്. കല്യാണം നടത്തണമെങ്കിൽ ഓഡിറ്റോറിയത്തിന് സൗകര്യം വേണം, അല്ലേ? വീട്ടിൽ കൂടൽ നടത്തണമെങ്കിൽ അളിയൻ ഗൾഫിൽ നിന്ന് വരണം. ഇങ്ങനെ എന്തൊക്കെയാണ് നിബന്ധനകൾ? ആ നിബന്ധനകളൊന്നും യാതൊരു സ്ഥാനവും ഇല്ലാത്ത നിബന്ധനയാണ്. നമ്മളൊരു അളിയനക്ക് വേണ്ടി നമ്മളെ വീടിന്റെ റഹ്മത്തും ബർക്കത്തൊക്കെ അളിയൻ എന്തിനാണ് അങ്ങനെ വാശി പിടിക്കുന്നത്? നമ്മളില്ലെങ്കിലും നമ്മളെ പെങ്ങളെ വീട് ഭംഗിയായി നടക്കട്ടെ, എന്നെ കാത്തിരിക്കണം, നല്ലൊരു ദിവസം നോക്കിയിട്ട് നല്ലൊരു സമയം, അല്ലേ? ഒരു ദിവസത്തിൽ ഏറ്റവും മുന്തിയ സമയം ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഒരു ദിവസത്തിൽ ഏറ്റവും മുന്തിയ സമയത എല്ലാവർക്കും അറിയാം, സുബഹിയുടെ സമയമാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഉമ്മത്തിന് ബറക്കത്തിന് വേണ്ടി ദുആർന്ന സമയമാണ്. റുക്കൂറിൽ അഥവാ പ്രഭാതത്തിൽ സുബഹിയുടെ സമയത്തിന് ഈ ബറക്കത്താണ് റസൂലുള്ള ദുആർന്ന. ആ ദുആർന്നതിന് ഉത്തരം ഉണ്ടാവില്ലേ? ആ പ്രഭാത സമയത്ത് ചെയ്യുന്ന ഉദ്ഘാടനം, നമ്മളെ വീട് ഉദ്ഘാടനം, നമുക്ക് ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും സുഖവും റാഹത്തും കിട്ടേണ്ട ഒരു സംഭവമാണ് നമ്മളെ വീട്. എന്തൊക്കെയാണ് ഇപ്പൊ കൂട്ടുകൂടലുകളൊക്കെ വരുന്ന ഉസ്താദിന്റെ സൗകര്യം. എന്നെ വിളിക്കലുണ്ട് ചില ആൾക്കാർ, ഉസ്താദ് നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് നിങ്ങൾ വന്നാൽ എന്നാൽ നിങ്ങളെ കിട്ടുള്ളൂ. ഞാൻ പറയാറുണ്ട്, എന്റെ സൗകര്യം നോക്കി നിങ്ങളെ വീടിന്റെ ഒരു ഖൈർ നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. അതുകൊണ്ട് സുബഹിക്ക് തന്നെ നിങ്ങൾ കയറിക്കോളി. ആ സമയത്ത് നിങ്ങളെ വീട്ടിലേക്ക് ഖൈറിന് വേണ്ടി വലിയ ഉസ്താദുമാരൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഉസ്താദുമാരുടെ ഒക്കെ സൗകര്യം സമയം പോലെ തന്നെ നിർബന്ധിച്ച് ഇടങ്ങറാക്കിയിട്ട് അവരപ്പോ അവർക്ക് സൗകര്യമുള്ള സമയമല്ലേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമയവും സന്ദർഭവും വളരെ പ്രശ്നം. ഏതോ സമയം, ഏതോ രൂപത്തിൽ, ഏതോ അവസ്ഥയിൽ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ഒരു സംഭവം എല്ലാം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ഒരു സംഭവത്തിലും സുഖമില്ല. വലിയ വീടുണ്ടാക്കിയിട്ടുണ്ട്, ആ വീടിന്റെ ഉള്ളിൽ ഫുള്ള് കച്ചറയാണ്. കല്യാണം നടന്നിട്ടുണ്ട്, ഭയങ്കര കല്യാണമാണ്. അത് പിറ്റത്തെ മാസം തെറ്റി, അതല്ലെങ്കിൽ ഊക്കം കച്ചറയാണ്, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ തുടങ്ങി ഷോപ്പ് വലിയ കോടികൾക്ക് ഉദ്ഘാടനം ചെയ്തു, ആ ഷോപ്പൊക്കെ അസ്തമിച്ചു പോയി. കോടികൾ ചെലവഴിച്ചു, മുഴുവൻ തകിടം മറിഞ്ഞു, നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, എവിടെയാണ്, ആർക്കാണ് സുഖമുള്ളത്, ആർക്കാ സമാധാനം ഉള്ളത്, ആർക്കാണ് ആശ്വാസം ഉള്ളത്? ദിവസത്തിൽ പ്രത്യേകതല്ലേ? അള്ളാഹുവിന്റെ ഹബീബിന്റെ തിങ്കളാഴ്ച പ്രത്യേകതയുണ്ട്, വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്, വ്യാഴാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്. എന്നാലും കൊണ്ടുപോയി ഒരു പ്രത്യേകത ഇല്ലാത്ത ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും കൊണ്ടുപോയിട്ട് നിക്കാഹ് വെക്കും മനുഷ്യന്മാര്. ചൊവ്വാഴ്ച എന്താ? ചൊവ്വാഴ്ച വെച്ചിന് സ്കൂളില്ലാത്ത ദിവസം, ഓഡിറ്റോറിയം ആർക്കും വേണ്ടാത്ത ദിവസമാണ് ചൊവ്വാഴ്ച. അതുകൊണ്ട് ഞങ്ങളെ മോന്റെ കല്യാണം ചൊവ്വാഴ്ച വെച്ചിക്കണ്. ഉദ്ഘാടനം എല്ലാവർക്കും ഫ്രീ ആണ് ചൊവ്വാഴ്ച, ആരും എടുക്കാത്ത ദിവസമാണ്. ആ ദിവസം കൊണ്ടുപോയിട്ട് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുപോയി കയറ്റി വെക്കുന്ന ആൾക്കാർ. ഇസ്ലാമെന്ന് പുറത്തൊന്നും പോവില്ല. പക്ഷെ മാനിച്ചവന് മാനിച്ചതിന് സുഖമുണ്ടാകും. അപ്പൊ ദിവസം നോക്കണം, മാസം നോക്കണം, സന്ദർഭം നോക്കണം, സ്ഥലം നോക്കണം, വ്യക്തികളെ നോക്കണം. ഒരു വലിയൊരു ഉസ്താദ് ഇപ്പുറത്തുണ്ട്, അപ്പം കൊണ്ടുപോയിട്ട് നമ്മളെ വാപ്പനെ കൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ, ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ ചില വിഡ്ഢിത്തരം മുളച്ച ചില ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിഡ്ഢിത്തം ചെയ്ത് അത് പുകഴ്ത്തിയിട്ട് ലെവലാക്കുന്ന ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പരസ്യമായി എന്താന്ന് പറയേണ്ടെന്ന് അറിയില്ല. ഉമ്മനെ കൊണ്ട് ഒരുപാട്, നിങ്ങൾ ഏത് ബുദ്ധിയുള്ളവരും ചിന്തിച്ചാൽ അറിയാം, പള്ളിയിലെ മുത്തആലിമീങ്ങൾ ഒരു ഭാഗത്ത്, പള്ളിയിലെ ഖത്തീബ് മുദരിസ് ഒരു ഭാഗത്ത്, അങ്ങനെ വലിയ വലിയ ആലിമീങ്ങൾ ഉസ്താദുമാരും നാട്ടിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഓനോന്റെ ഉമ്മനെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടൊരു വീട് കയറുന്നോർത്ത് അന്യ ആണും പെണ്ണും നിന്നാൽ തന്നെ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ വരുമോ? നമ്മൾ പഠിച്ചാ എന്താ? ഹറാമായ കൂടിക്കലറിൽ വരുമ്പോൾ റഹ്മത്തിന്റെ മലക്ക് വരില്ല. നിന്റെ അമ്മ എനിക്കാണ് വലുത്. വരെ നാട്ടുകാരുടെ മുമ്പിൽ നിന്റെ അമ്മ വലുതാണോ? നാട്ടിലെ പള്ളിയിലെ ഉസ്താദിനും മഹലിലെ മുദരിസിനൊക്കെ വെച്ചിട്ട് അവിടെ എന്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ അവിടെ ആരെ മുന്തിക്കണം? അവിടെ ഉസ്താദുമാരെ, ആലിമീങ്ങളെ, സാദാത്തുക്കളെ മുന്തിക്കണം.
പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഏതോ ഒരുത്തൻ പറഞ്ഞാണ് അതിനെന്ത് ചെയ്യണം, ഉമ്മനെ മുന്തിക്കണം, ഉമ്മയിൽ നിന്ന് വിസ്മിൻ ചൊല്ലിയിട്ട താക്കോലൊക്കെ മന്ദിരിച്ചു വാങ്ങിയിട്ട് എന്താക്കണം, ഉപ്പന്റെ കൈ കൊടുക്കണം. എന്നിട്ട് ഉപ്പനോട് പറയണം ഉസ്താദിന്റെ കൈ കൊടുത്താളി, ഉസ്താദിന് തുറക്കാൻ പറഞ്ഞാളീൻ. ഉപ്പാരും ഉമ്മാരും ഞാൻ തുറക്കും എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവനോട് ആരോ മൊയന്തടിപ്പിച്ചു കൊടുത്തതാ. എന്നിട്ടോ ഉസ്താദുമാരൊക്കെ നിൽക്കുന്നിടത്ത് ഈ ഉമ്മയും ഓന്റെ പെണ്ണുങ്ങളും വന്ന് വായിലുറക്കുക. നിങ്ങൾ ആലോചിച്ചോക്കട്ടെ, എത്ര ഇൻസൾട്ട് ചെയ്യലാണിത്. ആ വലിയ മഹാന്മാരൊക്കെ കൊച്ചാക്കിയിട്ട് ഉമ്മയും പെണ്ണുങ്ങളും പെങ്ങന്മാരൊക്കെ കയറി ഇങ്ങനെ നോക്കുകുത്തികളാക്കി. പുതിയ കാലത്തെ അവസ്ഥ പറഞ്ഞത്. അങ്ങനെ നോക്കി നിന്നിട്ട് ഇവലൊക്കെ കയറിയതിന്റെ ശേഷം ഈ സാധുക്കൾ കയറിപ്പോവുക. എന്തൊരാഭാസം. അപ്പൊ ഉമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക, താക്കോല് മന്ത്രിച്ചു വാങ്ങുക, ഉപ്പയെ കൊണ്ട് ഉസ്താദിന് ദ്വാരക്കണം തന്നെ കൊടുക്കുക. ഇങ്ങനത്തെ ഓരോരുത്തർക്കും ഓരോ പണി ചെയ്യാൻ ഞാൻ പോകുന്നിടത്ത് ശക്തമായി പറയാറുണ്ട്. ചില ആളുകൾക്ക് അറിയൂല, കുറ്റിയടിക്കാൻ പോകുന്നിടത്ത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നവരൊക്കെ ഇപ്പൊ ഇങ്ങനെ വരണാണ്. ആരാണ് വരണോയ്ക്കും? ആ ഉമ്മയാണ്. ഉമ്മനോട് അങ്ങോട്ട് മാറിക്കപ്പെടാ. അന്യ ആളുകൾ നിൽക്കുന്നിടത്ത് ഉമ്മനായിട്ട് ഇങ്ങോട്ട് വരണത്. കൊലായിലെ കൂടെ എന്താക്കണം, വലിയ വലിയ ഉസ്താദുമാരെ കൊണ്ട് ദ്വാരപ്പിച്ച് നിസ്കരിപ്പിച്ച് ദ്വാ ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ടൊക്കെ വീട് ഉദ്ഘാടനം ചെയ്യണം. നിക്കാഹ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യണം. നല്ലവരായ ഉസ്താദുമാരെ കൊണ്ട് ആലിമീങ്ങളെ കൊണ്ട് ഒക്കെ മുന്തിപ്പിക്കണം. സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ അവരോട് ചോദിച്ചു മനസ്സിലാക്കണം. ഇല്ലെങ്കിലോ അനുഭവിക്കാൻ നമ്മളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊന്നും പുതിയ കാലത്ത് ഏതെങ്കിലും ഒരുത്തം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞ അതിന്റെ വയറ്റിലാണ്ട് കൂടിയിട്ട് അങ്ങനെ ഹലാക്കായി പോവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെല്ലാം സൂക്ഷിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സമയവും സന്ദർഭവും, വീട്, അതേമാതിരി ഉദ്ഘാടനങ്ങൾ, വിവാഹ സന്ദർഭങ്ങൾ, സമയ നിശ്ചയം എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാക്കിയത്. പഴയ കാലത്ത് നമ്മളെ കാരണവന്മാര് നിശ്ചയത്തിന് പ്രത്യേകമായ സദസ്സ് സംഘടിപ്പിച്ച് അവിടെ പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് അതേപോലുള്ള വലിയ വലിയ ആളുകളൊക്കെ വിളിച്ച് അവരുടെ അഭിപ്രായമൊക്കെ തേടിയിട്ടാണ് നിശ്ചയിക്കുക. എന്നോ അങ്ങനെയാണ് നിശ്ചയം. എന്നിട്ട് ഉസ്താദുമാരൊക്കെ നോക്കി കലണ്ടർ നോക്കി നല്ല ദിവസവും സന്ദർഭവും സ്ഥലവും പരിഗണിക്കാനുണ്ട്. സ്ഥലം വീടിനേക്കാൾ നല്ലത് പള്ളിയാണ് ഉത്തമം. ഞാൻ ആര് പറഞ്ഞാലും പള്ളിയിലേക്കാക്കാൻ പറയും. കാരണം എന്തുകൊണ്ട്? കുറെ അലമ്പ് കുറയും. നമ്മുടെ ആ പൂത്തിരി കത്തിക്കലും ഒച്ചപ്പാടുണ്ടാക്കലും മാലടലും കൂക്കുവിളിക്കലൊക്കെ ഒഴിവാവുമല്ലോ. നിക്കാഹിന്റെ മുമ്പ് എന്താക്കും, ഈ ടീമിനെ ഇരുത്തിയിട്ട് നല്ലൊരു പ്രസംഗം കൊടുക്കും. അതുകൊണ്ട് പിന്നെ പള്ളിയിൽ നിന്ന് പിന്നെ ആരും ഉണ്ടാറില്ല. പള്ളിയാണ്. നിക്കാഹ് കഴിഞ്ഞാൽ മുണ്ടാതെ ഇവിടെ ഇറങ്ങിപ്പോണം. നിങ്ങളെ ഈമാനും അമലും നിങ്ങൾ ബാത്തിലാക്കരുത് എന്ന് പറഞ്ഞു കൊടുത്താൽ മനുഷ്യന്മാര് കേൾക്കും. മനുഷ്യന്മാർ കേൾക്കാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ പുതിയ കാലത്ത് ഈ ചെവി കൂടെ കേട്ട് ഇതിലെ പോകാൻ സമയമില്ല, ഇതിലെ തന്നെ തട്ടിപ്പോകുന്ന വളരെ സങ്കടകരമായ അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ രക്ഷിതാക്കൾ സൂക്ഷിച്ചാൽ നമുക്ക് നന്നു. നല്ല മാസം, നല്ല ദിവസം. വെള്ളിയാഴ്ച പ്രത്യേകം കിതാബില് നിക്കാഹിന് എടുത്തു പറഞ്ഞ മാസമാണ്, ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെ പറ്റുമെങ്കിൽ നിക്കാഹ് വെള്ളിയാഴ്ച രാവിലെ ആക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ വെള്ളിയാഴ്ച ജുമുഅ കൂടലും സ്വലാത്തും അൽക്കാഫിനും ബുദ്ധിമുട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ വെള്ളിയാഴ്ച അസറിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ വെള്ളിയാഴ്ച ആഴ്ചയിൽ കിതാബിൽ എടുത്തു പറഞ്ഞ ദിവസമാണ്. ആരാണ് വെള്ളിയാഴ്ച പരിഗണിക്കല്? അതേപോലെ തന്നെ നിക്കാഹിന് കിതാബിൽ എടുത്തു പറഞ്ഞ മാസമാണ് ശവ്വാൽ മാസം, റമദാൻ കഴിഞ്ഞ മാസം. ആരാ ശവ്വാൽ നോക്കല്? എല്ലാരും നോക്കൽ എങ്ങനെ അറിയോ? കല്യാണം ഉറച്ചുണ്ട്, നമുക്ക് ഡേറ്റ് നോക്കണം. ക്രിസ്മസിന്റെ ലീവ് നോക്കിയിട്ട് എന്നാണ് അല്ലേ? ഓണത്തിന്റെ ലീവ് എന്നാണ്. എന്നാ പിന്നത്തെ കുടുംബത്തിലെ കുട്ടികൾക്കൊക്കെ കൂടാ. എന്നാലല്ലേ ചാടിക്കളിയൊക്കെ ഉസാറാവുള്ളൂ, ഒപ്പന നന്നാവുള്ളൂ അല്ലേ? ആ പടക്കം പൊട്ടിക്കലൊക്കെ സെറ്റ് ആവണമെങ്കിൽ സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ട് വരണം. അതിന് ഓണത്തിന്റെ ലീവ്, ക്രിസ്മസിന്റെ ലീവ്, ഈ വെക്കേഷനാ നോക്കുന്നത്. ഓരോന്നിനും ഓരോ ഇന്നതുകളുണ്ട്. എല്ലാ നല്ലതും ഓരോന്നിനും പറ്റൂല. അതിനോരോ സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഓരോ മാസങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് റമളാൻ കല്യാണം നടത്താനും ഉദ്ഘാടനം നടത്താനും ഉള്ള മാസമല്ല.